ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം. +1 ഫസ്റ്റ് ചാപ്റ്റർ എന്താണ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. അപ്പോൾ ഇത് അറിയുന്നതിനേക്കാളും മുമ്പ് നമുക്ക് ആദ്യം അറിയണം എന്താണ് ഈ അക്കൗണ്ടിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത്, എന്താണ് അക്കൗണ്ട്സ്. അപ്പോൾ അതിനേക്കാളും മുമ്പ് നമുക്ക് അറിയണം എന്താണ് ബിസിനസ്. നമുക്കറിയാം, നിങ്ങളിപ്പോൾ +1 കുറച്ചൊക്കെ ക്ലാസ്സൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വേർഡായിരിക്കും ബിസിനസ്, അല്ലേ? ബിസിനസ് മീൻസ് വാട്ട്? ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് പ്രൊഡക്ട്സ്. ബൈയിങ് ആൻഡ് സെല്ലിങ് മീൻസ് പ്രൊഡ്യൂസിങ് ആൻഡ് ദെൻ സെല്ലിങ് ഇറ്റ്. ഫോർ വാട്ട്? ഫോർ മേക്കിംഗ്. വാട്ട്സ് ദ മെയിൻ ഒബ്ജക്റ്റ്? എന്താണ് അവിടെ മെയിൻ ഒബ്ജക്റ്റ്? എന്താണ് ഈ ബിസിനസ് ചെയ്യുന്നത്? മേക്കിംഗ് പ്രോഫിറ്റ്. ഫോർ ദാറ്റ് വാട്ട് ദേ ആർ ഡൂയിങ്? എന്താണ് അവർ ചെയ്യുന്നത്? ദേ ആർ ഇൻട്രൊഡ്യൂസിങ് ക്യാപിറ്റൽ, അല്ലേ? അവരതിലേക്ക് ക്യാപിറ്റൽ ഇറക്കണം. ക്യാപിറ്റൽ അവർക്ക് മെനി സോഴ്സസ് അവർക്കാവാം. അവർക്ക് അവരുടെ സേവിങ്സ് ആവാം, അല്ലെങ്കിൽ ലോൺ ആവാം, അല്ലെങ്കിൽ ഷെയർസ് ആവാം. അത് നിങ്ങൾ ഫോംസ് ഓഫ് ഓർഗനൈസേഷനിൽ ബിസിനസ് സ്റ്റഡീസിൽ അത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ അറിയാവുന്നത് ബിസിനസ് ചെയ്യുന്നത് നമുക്ക് മെയിൻ എയിം എന്താണ്? ടു മേക്ക് പ്രോഫിറ്റ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് വി വിൽ ഓൾവേസ് മേക്ക് പ്രോഫിറ്റ്. In some situations, in some cases, in some financial years, we may be having loss also. Company may suffer from loss. Reasons may be many things. അതിന് കാരണങ്ങൾ പലതും ആവാം. നമുക്ക് ലോസ് വരാനുള്ള കാരണങ്ങൾ പലതും ആവാം. ഇക്കണോമിക് കണ്ടീഷൻ ആവാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ട്രബിൾസ് ആവാം, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ആവാം. അങ്ങനെ പല റീസൺസും ആവാം. പക്ഷേ നമുക്ക് ബിസിനസ്സിൽ പ്രോഫിറ്റാണോ ഉണ്ടായത്, ലോസ് ആണോ ഉണ്ടായത്, അത് നമുക്ക് എങ്ങനെ അറിയാം? നമ്മൾ പൈസ ഇറക്കി, നമ്മുടെ കയ്യിലുള്ള ഫണ്ടൊക്കെ നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് ഇറക്കി, നമ്മൾ അസെറ്റ്സ് വാങ്ങാനുള്ളത് അസെറ്റ്സ് വാങ്ങി. അസെറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അറിയില്ലെങ്കിൽ നമുക്കത് ഫ്യൂച്ചർ നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ നമുക്കത് പഠിക്കാനുണ്ട്. അസെറ്റ്സ് നമ്മൾ വാങ്ങണം. അസെറ്റ്സ് പറയുമ്പോൾ സിമ്പിൾ ടേംസിൽ പറയാന്ന് വെച്ചാൽ ആസ്തി. അങ്ങനെ മലയാളത്തിൽ നമുക്ക് സിമ്പിൾ ടേമിൽ പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അസെറ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ ഫർണിച്ചേഴ്സ്, നമ്മുടെ പ്രോപ്പർട്ടി, നമ്മുടെ ലാൻഡ്, നമ്മുടെ വീട്, അതിൻ്റെ വീടിൻ്റെ ഉള്ളിലുള്ള ഫർണിച്ചേഴ്സ്, ഇതൊക്കെ എന്താണ്? നമ്മുടെ അസെറ്റാണ്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ബിസിനസ്സിലും അവർക്ക് അസെറ്റ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ അങ്ങനെ അവർ അസെറ്റ്സിൽ പൈസ ഇറക്കി, സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു, അത് സെയിൽ ചെയ്തു, പൈസയും സെയിൽ ചെയ്തിട്ട് വന്നു. പക്ഷേ ആ വന്നത് അവർ ഇൻവെസ്റ്റ് ചെയ്തതും റിട്ടേൺ വന്നതും എത്ര ഉണ്ട്, എങ്ങനെയാണ്, കൂടുതലാണോ കുറവാണോ, ലോസാണോ പ്രോഫിറ്റാണോ, അതറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണത്. നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട്. ഒരു കൊല്ലം കഴിയുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ പറയുമ്പോൾ ജനുവരി ടു ഡിസംബർ ആവാം, അല്ലെങ്കിൽ ഏപ്രിൽ ടു മാർച്ച് ആവാം. ദാറ്റ് വിൽ യൂഷ്വലി വി കൺസിഡർ ഏപ്രിൽ ടു മാർച്ച് ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടായി, എത്ര ലോസ് ഉണ്ടായി, അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്കൗണ്ട്സ് യൂഷ്വലി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് ക്ലിയറായിട്ട് നമ്മുടെ ടെക്സ്റ്റിലൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അതിനേക്കാൾ മുമ്പ് നമ്മൾ കുറച്ച് ടേംസ് അറിയണം. അപ്പോൾ ബിസിനസ് നമ്മൾ പറയുമ്പോൾ അതിൽ നമുക്ക് ചെയ്യാനുള്ളത് ട്രാൻസാക്ഷൻസ് വരും, എൻട്രി വിത്ത് പ്രൂഫ് ആയിരിക്കും. അപ്പോൾ ട്രാൻസാക്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ട്രാൻസാക്ഷൻസ് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി ഇവൻറ്റ്സ്, എന്ത് കാര്യമായാലും റിലേറ്റഡ് വിത്ത് മണി, ക്യാഷായിട്ട് പൈസയായിട്ട് നമ്മൾ എന്ത് ചെയ്യായാലും അതെന്താണ്? നമ്മുടെ ട്രാൻസാക്ഷൻസ് ആണ്. ഇപ്പോൾ അസെറ്റ്സ് വാങ്ങി പറഞ്ഞു, പർച്ചേസ് ഓഫ് അസെറ്റ്സ്, അതൊരു ട്രാൻസാക്ഷനാണ്. നമ്മൾ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു പ്ലോട്ട് വാങ്ങി, ലാൻഡ് വാങ്ങി, എന്താണ്? ട്രാൻസാക്ഷനാണ്. എൻട്രി. അപ്പോൾ ഇതൊക്കെ ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം?
നമ്മുടെ റെക്കോർഡ് ചെയ്ത് വെക്കണം, അതിന് എൻട്രി ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാത്തിനും പ്രൂഫ് വേണം. അത് ബിൽസ് ആവാം, വൗച്ചേഴ്സ് ആവാം, റിസീറ്റ്സ് ആവാം, എന്തുമാവാം. അക്കൗണ്ട്സ് പറയണത് നമ്മൾ ഈ ബുക്കിൽ നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഈച്ച് ആൻഡ് എവറി ടേം നമ്മൾ അക്കൗണ്ടിൽ പൈസ കാണിക്കുമ്പോൾ ഇത്ര പൈസ വന്നു, ഇത്ര പൈസ പോയി, എല്ലാത്തിനും ഒരു പ്രൂഫ് ഉണ്ടായിരിക്കണം. അതിലൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് പറയുന്നത് ട്രാൻസാക്ഷൻസ് കഴിഞ്ഞിട്ട് എൻട്രി വിത്ത് പ്രൂഫ്. നമ്മളത് എൻട്രി ചെയ്ത് വയ്ക്കും. അത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ജേർണലൈസ് ചെയ്യുക, ലെഡ്ജർ ചെയ്യുക, ട്രയൽ ബാലൻസ് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു റഫ് പിക്ചർ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു കൊല്ലത്തെ നമുക്ക് കിട്ടും. എന്നിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററായിട്ട് ഒരു ചാപ്റ്റർ മൊത്തം നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്നിട്ട് പഠിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് അറിയാനുള്ളത് ഇവിടെ ബിസിനസ് എന്താണ്, ട്രാൻസാക്ഷൻസ് എന്താണ് നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. അതായത് ബിസിനസ്സിൽ വരുന്ന ഡേ ടു ഡേ കാര്യങ്ങൾ നമ്മൾ എൻട്രി ചെയ്യുക, വിത്ത് പ്രൂഫ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മളതിനെ ജേർണലൈസ് ചെയ്യണം, അതിനെ ലെഡ്ജർ ചെയ്യണം, പിന്നെ അതിൻ്റെ ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇതിനൊക്കെ നമുക്ക് ഓരോരോ ചാപ്റ്ററായിട്ട് തന്നെ അത് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു റഫ് ഐഡിയ തന്നതാണ്. നമ്മൾ ഡെഫിനേഷൻ പഠിക്കുന്നതിനേക്കാളും മുമ്പ് എന്താണ് ഈ ബിസിനസ്സും എന്താണ് ഈ അക്കൗണ്ട്സും ഒക്കെ പറയണത്. അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് ഈ റെക്കോർഡ്സൊക്കെ വന്ന് ജേർണലൊക്കെ ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമ്മളതിനെ സമ്മറൈസ് ചെയ്യും. ഇതിനൊക്കെ നമ്മൾ സമ്മറൈസ് ചെയ്ത് ട്രയൽ ബാലൻസ് വരെ നമ്മൾ സമ്മറൈസ് ചെയ്ത് പിന്നെ അതിനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് പ്രിപ്പയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യും. എന്താണ് നമുക്കുണ്ടായത്, നമ്മൾ പൈസ ഇറക്കിയപ്പോൾ എന്തുണ്ടായി, പൈസ ഏത് സ്ഥലത്ത് നമുക്ക് കൂടുതൽ ലോസ് വന്ന, എവിടെയാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് വന്ന, എന്താണ് നമ്മുടെ മിസ്റ്റേക്സ്, അതിൻ്റെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടും. അതാണ് പറയുന്നത് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഒരു അക്കൗണ്ടിങ് പ്രോസസ്സ് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഇന്നേക്ക് ഇത്ര മതി. ഓക്കെ, അപ്പോൾ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് ബിസിനസ് ആൻഡ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ട്സ് മീൻസ് നമ്മളിപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഭയങ്കര ഡെപ്തിൽ തന്നെ ഇതിന് പഠിക്കാനുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ ഒരു റഫ് ഐഡിയ ഒരു കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ തന്നെ ഇപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യും. അച്ഛൻ സാലറി കിട്ടിയിട്ട് കൊണ്ടുവരും, അതിൻ്റെ നമ്മൾ ഓരോരോ കാര്യത്തിന് എക്സ്പെൻസ് മാറ്റി വയ്ക്കും, സേവിങ്സ് മാറ്റി വയ്ക്കും. അഥവാ നമുക്ക് സേവിങ്സ് ഉദ്ദേശിച്ച പോലെ വന്നില്ലെങ്കിൽ അപ്പം നമ്മൾ അതിനെ നോക്കും, എവിടെയാണ് പോയത്. അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഓരോരോ പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതൊരു നമ്മുടെ വീട്ടിലത്തെ അക്കൗണ്ട്സാണ്. അതിനൊരു സ്റ്റാൻഡേർഡ് റൂളൊന്നുമില്ല. പക്ഷേ ബിസിനസ് വരുമ്പോൾ അവിടെ റൂളും ആക്റ്റും റെഗുലേഷൻസും ഗവൺമെൻറ് കൺട്രോളും ഒക്കെ വരും. അപ്പോൾ അത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് റൂള് വെച്ച് കാരണം അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് മെത്തഡും ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നേക്ക് ഇത്ര മതി. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അത് പറയണം. അഥവാ ഇതിൽ എന്തെങ്കിലും ക്ലിയർ ആയിട്ടില്ല, വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് പഠിക്കാം. അപ്പോൾ ഇതിന് നിങ്ങൾ ഇനി ഇതിൽ വല്ല ചേഞ്ചസ് വേണം, അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് ഇങ്ങനെ വലുതും വേണമെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. ഇനി ഇതിൽ വല്ലതും എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അത് പറയാം. ഓക്കെ, താങ്ക് യു, ബൈ.